എന്താണ് ഞങ്ങൾക്ക് ഇവിടെ വരാൻ പാടില്ലേ? കിടങ്ങൂറുകാരെ ഇവിടുത്തെ മീൻ പിടിക്കണ്ട. എങ്കിൽ ഞങ്ങൾ പിടിച്ചിട്ടേ പോളൂ. എടാ ടോമേ, ഇവന്മാരെ പിടിച്ചിട്ടേ പോളൂ. എന്നാ പിടിക്കടാ. അത് അവരുടെ മോട്ടർ മണ്ട. എന്ത് പോടാ നീ? ഹലോ ഹലോ തോമസ് ചേട്ടാ, ഞങ്ങളൊന്നും ഉമ്മാരാണ്. നിന്റെ പിള്ളേർ മാറിയില്ലേ? അതെ, ഇവിടെ കിടന്ന ആളവന്നൊക്കെ പോണം. നീ എടുക്ക്. മിണ്ടാരടാ, നിനക്കൊക്കെ എന്താടാ? അവന്മാരുടെ പ്രശ്നമുണ്ടാക്കി ഞങ്ങളൊന്നുമല്ല. ഇന്നലെ രാത്രി അവന്മാരാണ്. ആണോ? ഇനിയിപ്പോ എന്താ പരിപാടി? മീൻ പിടിച്ചിട്ടേ പോകുന്നുള്ളൂ. ഗോകുലെ, ഇനി എന്നെ വിളിയേട്ടാ, ഞാൻ വരാം ഏട്ടാ. നിനക്കൊക്കെ ഇത്ര മതി. പിന്നെ കുട്ടൻ എന്തേടാ, അവൻ നന്നായോ? കുട്ടൻ നന്നായി. ദേ ഇവന്റെ തന്തടൊപ്പം പോയിക്കണ്, പരീസന്റെ ഒപ്പം. അതെ, ഇനി അവന്മാരെ എവിടെ വെച്ചോണ്ടല്ലോ പരിപാടി തീർക്കണോട്ടാ. പരിപാടി തീർക്കും, കൊറേ തീർക്കും. ഞാൻ കണ്ടു. എന്ത് കണ്ടെന്ന് ഞാനാണ് അവന്മാർക്ക് രണ്ടെണ്ണം പൊട്ടിച്ചറിയാമോ? ഇനി അവന്മാരുടെ തല്ലുകൊണ്ട് ഇവിടെ വന്ന് അരി വറക്കാൻ നിന്ന പോടാ. അരി വറുക്കണം, ചായ കാച്ചണം, അത് കുടിക്കണം, കിടന്നുറങ്ങണം. അരി വറുക്കണം, ചായ കാച്ചണം, അത് കുടിക്കണം. നിർത്തി മതി മതി, ഒച്ച ഉണ്ടാക്കല. അപ്പനുണ്ട് ഇവിടെ. എടാ ആകെയുള്ള ഒരു പെരത്താമസല്ലേ, നിന്റെ അപ്പനടുത്ത് പോയി പണി നോക്കാൻ പറ. എടാ നിന്റെ അപ്പന്റെ പേരിൽ ഞാൻ എന്റെ അപ്പന്റെ പേര് പറഞ്ഞു. നിന്റെ അപ്പന്മാരെ കൊണ്ട് കുഴിച്ചു മൂട. മേരി, ഒരു കോഴിമുട്ടയല്ലേ? നിങ്ങൾക്കത് പറയാം, ആദ്യത്തെ മുട്ടയാണ്. നിങ്ങൾ പോയി ചോദിക്ക്. വാ. ഇപ്പഴാ നീ പോയി ചോറെടുത്തേ? ഇപ്പൊ തന്നെ കോഴി കൊക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ പെരതാമസത്തിന് പോയത്. വന്നപ്പോ കോഴി വിട്ടില്ല. എന്നാ ഇട്ട് കാണത്തില്ല, നീ ഒന്ന് പോയേ. കാലത്തങ്ങനെ പോയി ചോദിക്കാം. പ്രാർത്ഥന കഴിഞ്ഞ് കൃത്യസമയത്ത് തന്നെ എത്തി. ഈ ചെറുക്കം വല്ല ചെകുത്താനാണ്. അതെല്ലോ നമ്മടെ മോൻ. നല്ല വർക്കത്ത്. ആ മുട്ടയുടെ കാര്യം നിങ്ങളൊന്ന് പോയി ചോദിക്കോ? മുട്ടയുടെ കാര്യം ചോദിക്കാൻ പറ്റിയ സമയം. നീ എന്നെ കൂടി കൊലക്ക് കൊടുക്കോ? യെസ്, നിന്നെ മാത്രം കൊലക്ക് കൊടുത്തേ ഞാൻ എസ്കേപ്പ് ആവും. നീ ആ സൈഡിലേക്ക് മാറിയെന്നേ ആരും കാണാട്ടാ. അതെ, എന്നെ പിടിച്ച് ഞാൻ പറഞ്ഞു കൊടുക്കോട്ടാ നീ ആ വീട്ടിലുണ്ടെന്ന്. ദുഷ്ടാ, താൻ ആള് കൊള്ളാട്ടാ. കൊള്ളാം. വേഗം വന്നോട്ടാ. ഒരു ഓൾ ദ ബെസ്റ്റ് പറയാൻ പാടില്ലേ? ഓൾ ദ ബെസ്റ്റ്. നല്ല കാര്യത്തിനാണല്ലോ പോണത്. പാല് മുറിയാണ്ട് നോക്കിക്കോട്ടാ നീ. ഒച്ചയുണ്ടാക്കില്ലേ? ഞാൻ എപ്പോഴും പറഞ്ഞു. നീ എന്താ വൈകിയേ? അതെ, കുറച്ച് തിരക്കായിരുന്നു. ഇന്ന് നീയാ വരുന്നേ? എന്താ നോക്കുന്നേ? നിന്റെ കണ്ണില് നിറയെ നക്ഷത്രങ്ങളാണോടി. നീ നക്ഷത്രം വന്നാ തല്ലല്ലേടി പിശാചേ.
പണി വാളി. ഇത് ഇങ്ങോട്ട് കേറി പോകുന്നേ. ദാ, ആ പായ എടുത്തേ. ഈ നേരത്താണ് പായ എടുക്കണേ. അവിടെ ഇരുന്നോ, അവിടെ ഇരുന്നോ. അനിമലേ, അനിമലേ, അനിമലേ. മിണ്ടാതെ അവിടെ ഇരുന്നോ. മിണ്ടല്ലേ. നീ ഇതുവരെ ഉറങ്ങിയില്ലേടി? പകല് മുഴുവൻ ടി വി കണ്ടോണ്ടിരുന്നോളും. ഈ നേരത്താണ് ഇവിടെ ഇരുന്ന് പഠിക്കുന്നത്. പോയി കിടന്നുറങ്ങ്. ശരി, ഞാനൊന്നും പഠിക്കുന്നില്ല. പിന്നെ എക്സാമിന് എങ്ങനെ തോറ്റുപോയാൽ എന്നെ ഒന്നും പറഞ്ഞേക്കരുത്. കൊല്ലും ഞാൻ തോറ്റാല്. ആ ലൈറ്റ് ഒന്ന് ഓഫ് ആക്കിയേക്ക്. നിന്റെ ഇംഗ്ലീഷ് പരീക്ഷ ഇന്നലെ കഴിഞ്ഞല്ലേ? അതിനിപ്പോ എക്സാം കഴിഞ്ഞാൽ പഠിക്കാൻ പാടില്ലേ? പഠിക്കുന്ന ഒരു മോള്. അയ്യോ, ഈ പായ എവിടെ ഇരിക്കായിരുന്നോ? വെറുതെ അല്ല ഞാൻ ഉച്ചക്ക് ഇപ്പൊ എന്തിനാ പായ എടുക്കണേ? നാളെ രാവിലെ പാവയ്ക്ക് ഉണക്കുന്നേരം എടുത്തോ. നീ പോടി. അയ്യോ, ഇവനേതാടി? എടാ. എടി. അമ്മേ. അയ്യോ. എടാ. എടി. നിക്കടാ അവിടെ. നിക്കടാ. ഈ ബോഡി വിളക്കൂതി തള്ളേ. വിളക്കൂതിൽ ഞാനിപ്പോ ശരിയാക്കി തരാടാ. നിക്കടാ. എന്റെ മുന്നോ. വണ്ടി എടുത്തു വിട്ടാ പണി പാളി. വിട്ടു എന്താ പറ്റിയ? വന്ന് കണ്ട ആമ്പിള്ളേരെ വീട്ടിൽ കയറ്റാൻ തുടങ്ങിയോടി നീ. നിന്നെ കൊല്ലടി. നിന്നെ കൊല്ലും. നിന്റെ മോളിന്റെ കിടപ്പ് ഞാൻ ഇന്നത്തോടുകൂടി തീർത്ത് തരാടി. അമ്മയൊന്നും പറയണ്ട, ഞാൻ അവനെ കേട്ടതോളൂ. അപ്പൊ വിളിച്ചു പറഞ്ഞിട്ടേ ഇന്ന് രാത്രി ഞാൻ നിനക്ക് കെട്ട് നടത്തി തരാടി. വൃത്തിയായിട്ടവളെ കാണിച്ചു തരാം ഞാൻ. എന്തു പറ്റടാ? നീ കാര്യം പറ. അവളുടെ തള്ള ഒന്ന് ചെകളോതി. അവരുടെ കൈക്ക് എന്ത് തഴമ്പാടോ. വെടിപ്പായിട്ടുണ്ട്. നീ നേരെ വീട്ടിൽ കയറിപ്പിക്കോ. ഇനി ഈ വക കാര്യത്തിന് എന്നെ വിളിക്കാൻ നിൽക്കതട്ടാ. അല്ലാണ്ട് നാട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. ഇനി ഇതിന്റെയും കൂടി കുറവുള്ളു. അതെ, ഭയങ്കര ചെവിയാനാ. വീട്ടിലിപ്പോ എന്താ പറയും? അങ്ങോട്ടെ കാണിച്ചേ. അതെ, 4 വിരലിന്റെ പറയുണ്ട്. ഒരാളുടെ ആധാർ ലിങ്ക് ചെയ്തെന്ന് പറഞ്ഞു. ഒന്ന് പൊട കോപ്പ അവിടുന്ന്. എന്നാ ചകളപ്പം കിട്ടിയെന്ന് പറയടാ. എന്തൂട്ടാ? നല്ല അസലായിട്ട് 4 വിരലും പതിഞ്ഞിട്ടുണ്ട്. അവൻ കരഞ്ഞില്ലാന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും നീരൊക്കെ ഒന്ന് ഉറപ്പാ. പിന്നെ അതേടാ, അത് കലക്കിയിട്ടുണ്ടല്ലോ. ഇനി നാളെ ഇതും പറഞ്ഞുകൊണ്ട് ആന്റി ഇങ്ങോട്ട് വരുമല്ല. നീ ഇപ്പൊ തന്നെ അവനൊന്ന് ചൂടോടൊന്ന് വിളിച്ചേരി. എന്നാ ശരി, ഞാനവനൊന്ന് വിളിച്ചോട്ടെ. ബെസ്റ്റ്. എടാ, നീ ആ സ്വിച്ച് ഓഫ് ചെയ്ത് കിടക്കണണ്ടാ. കിടക്കാണ്. ഹലോ. ഹലോ, കെവിൻ അല്ലേ? അതെ, ഞാൻ ബ്രൂലിന്റെ അപ്പുറം. നിന്നെ ഒന്ന് കാണണം എനിക്ക്. ഞാൻ നിന്റെ വീട്ടിലേക്ക് വരാട്ടാ. കുരുമുളക് പൊടി തീർന്നുട്ടാ. അല്ല, നിനക്ക് എന്താ ഇത്ര പരവേശം? വെള്ളം അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടല്ലോ. അമ്മ ചിഞ്ചുലിൻ്റെ ആൾക്കാർ വരും. എടാ, അവരെത്ര പേരുണ്ടാവും? നീ ഒരു കാര്യം ചെയ്, പോയി 2 പാക്കറ്റ് പാലും എന്തേലും വറവരി വാങ്ങിട്ടുവാ. അവർക്ക് ചായ കൊടുക്കണ്ടേ? എന്റെ പൊന്നുകളെ, അവരുടെ മോളെ കെട്ടിച്ചേരാൻ വേണ്ടി വന്നല്ല, അവരെന്നെ തല്ലിക്കൊല്ലാൻ വേണ്ടി വന്നാണ്.
ഓ മനുഷ്യന് നാണം കെടുത്താനായിട്ട് വല്ല പട്ടിയെ വളർത്തിയാ മതിയായിരുന്നു. അയ്യോ ഇതും കരിഞ്ഞ്. ചെലവുണ്ടിട്ടാ ബാബുചേട്ടൻ 4 ചായ എടുത്ത് 3 മതി. ഒരെണ്ണം നല്ല മധുരം കൂടി എടുത്തു. അടിപൊളി 4 പേരിലും പക്ക. നീ അങ്ങനെ നമ്പർ കിടോ? എന്തായാലും നല്ല കീറാൻ കിട്ടിയേക്കണ. നീ ചായ കുടിച്ചൊക്കെ മതി. ഒരു തന്നടാ. അയ്യോ ഇതിനും ശരിയാക്കാം. എന്താ ഇളി മുട്ട എവിടെ? ഇന്നില്ലേ? ഇത് വലിയ കഷ്ടമല്ലേ? എങ്ങോട്ടാ? ആ ആ തിളച്ചാ? ഉം. ഇന്നും കൂട്ടിൽ മുട്ടയില്ല. നിങ്ങൾക്കൊന്ന് ചോദിക്കാമോ? ഇപ്പൊ പറ്റിയ സമയമാണ്. നീ ഒന്ന് പോയേ മേരി. കാലത്തെ വേറെ വല്ല പണിയും നോക്കും. വഴി മുട്ടയിട്ടിട്ടുണ്ടാവില്ല. ഇതിപ്പോ ഞാൻ തന്നെ ചോദിക്കേണ്ടി വരും. മുട്ട കാലത്ത് ഇടൂലേ? ഇതും പോയത് തന്നെയാണ്. ഇതിങ്ങനെ വിട്ടാ ശരിയാവില്ല. അപ്പൊ ഞങ്ങൾ ഇറങ്ങുവാണേ. ആ അവനെയും കൂടെ കൊണ്ടുവെക്കോ. അവൻ രാവിലെ എങ്ങാണ്ട് പോയല്ലോ. നിങ്ങൾ കുളിച്ചാ? ദാ. വേണ്ടായിരുന്ന ആ കഴിക്കുമോളെ. അവള് കഴിച്ചു തന്നെ. ഒന്ന് ചോദിക്കോ? എന്ത്? 2 ദിവസം ഇപ്പൊ മുട്ട കാണാത്തത്. ഇതൊരു ശല്യമായല്ലോ. അവളെ അമ്മായിയുടെ ഒരു കോഴിയും മുട്ടയും. എന്നാ അത് കഴിക്കണമെങ്കിൽ ഇത് കൊടുക്ക്. അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ ഒരു ദണ്ണമില്ലല്ലോ. നീ പൊടി. തീകലയ്ക്ക് കൊണ്ട് വെച്ചേക്കുന്നോ? ആ പുള്ളി എന്തായാലും ആവട്ടെ. വാ. വർഗീസേ ഒന്ന് ഇപ്പുറത്തേക്ക് വന്നേടാ. അപ്പനെന്തിയാ മോളെ? തോമസേട്ടന്റെ വീട്ടിൽ പോയിക്കാ. ബ്രിട്ടാസ് ഇല്ലല്ലേടാ. ഉണ്ടല്ലോ. അമ്മേ ദേ വിളിക്കണു. എന്താ ചോദിച്ചേട്ടാ? ഒന്നുമില്ല. അതെ ഞങ്ങളുടെ കോഴി ഒന്നും നിന്റെ വീട്ടിൽ മുട്ടിയിട്ടാ? ഇല്ല. എന്താ ചേച്ചി? ആ ഞാൻ പറഞ്ഞില്ലേ. വാ പോവാ. ഒന്ന് അവിടെ നിൽക്ക് വെച്ചേ. നോണ ഞാൻ കണ്ടല്ലേ നിങ്ങളുടെ സൺഷൈഡിൽ കോഴിയൊക്കെ എടുത്ത്. സൺഷൈഡിലോ? അന്ന് അവിടെ ഉണ്ടാവും. ആനി ആ സൺഷൈഡിലൊന്ന് കയറി നോക്കിയേ. എന്തിനാണ് ഇവനെ ഈ നാടകം കളിക്കണത്? നാടകോ? ചേച്ചി എന്താണ് ഈ പറയണത്? ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ടുതരില്ലേ? ആ എന്തിനാ എന്റെ മേരി ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒരു മുട്ടയുടെ കാര്യമല്ല, അവരെടുത്തോട്ടെ. നീ വാ. ഒന്നല്ല ഇപ്പൊ 2 ജോർജ് ചേട്ടാ ആ പറഞ്ഞത് ശരിയായില്ല. ചേച്ചി ഇങ്ങോട്ട് വന്നേ, നോക്കിട്ട് പോയാ മതി. എന്തു അപ്പ അത്? അവക്കാരാണ്ട് കോഴി മുട്ടയിൽ സുദ്രം ചെയ്ത് കൊടുത്തെന്നാ തോന്നണേ. അല്ലാതെ പിന്നെ നീ കയ്യിന്ന് വിട്. ഞാൻ സംശയം ചോദിച്ചാണ്. ഇതെന്താണ്? കേറി നോക്കിട്ട് പോയാ മതി. ഇവക്കടെ ഒരു കാര്യം വിടാൻ. നോക്കിട്ട് പോയാ മതി.
ഞാനിത് അവനെ കടയിൽ വിട്ട് വാങ്ങിപ്പിച്ചതാന്ന്. അവളുടെ ഒരു കട. ചേച്ചി എടി മീനെ, നീ അധികം വർത്താനം പറയാൻ നിൽക്കണ്ട. എല്ലാം എനിക്ക് മനസ്സിലായി. മതി. എടി കൊച്ചേ, നീ എന്ത് കാണാൻ നിൽക്കുന്നു? നീ ഇറങ്ങി ഓടി. ചേച്ചി ഇത് നിങ്ങളുടെ കോഴിയുടെ ഞാൻ മുട്ടയാണ്. പറഞ്ഞത് ഇപ്പൊ എന്തായി? മുട്ടതേ തട്ടിലി 1 അല്ല 2 എണ്ണം. എന്റെ പൊന്നു ചേച്ചി അത് കടയിൽ നിന്ന് വാങ്ങിച്ചതാന്ന് പറഞ്ഞില്ലേ? പെണ്ണുമ്പളെ വേറെ ചൊറിഞ്ഞ വർത്താനം പറഞ്ഞല്ലോ. നിന്റെ പേരുടെ മോളിൽ കോഴി ഇരിക്കണം. ഞാൻ കണ്ടതിൽ ഓ എന്റെ ജോർജ് ഞാൻ പറഞ്ഞതാ. എന്തൊക്കെയാണ് ഈ പറയണത്? നീ എന്താടി പറഞ്ഞത്? നിന്റെ ജോർജ് ഏട്ടനാ. നീ അങ്ങോട്ട് കയറി പോണത്. അയ്യോ എന്നാ ഞാനിവിടെ ഒരു ബോർഡ് വെച്ചേക്കാം. കോഴികൾക്ക് പ്രവേശനം ഇല്ലാന്ന് പറഞ്ഞു. എന്റെ തള്ള അതിന്റെ മേലെ തീറ്റം തേടി പോയതായിരിക്കും. എവിടെയെങ്കിലും പോയി നോക്കടി. അതിന് എനിക്കെന്താണ്? ഒന്നുമില്ല. നീ ഇങ്ങോട്ട് ഇറങ്ങി ഓടി. അവിടെ എന്തിനാണ് നോക്കണത്? അതല്ലേ ആ പെണ്ണിപ്പോ പഠിച്ചത്. ഇറങ്ങി മേരി എടി ഇങ്ങോട്ട് ഇറങ്ങാൻ. എടി നീ എന്നെ എന്തിനാണ് ഈ നോക്കി പേടിപ്പിക്കുന്നേ? എന്താ ജോർജേട്ടാ പ്രശ്നം? മുട്ട അല്ലാതെന്താ? എന്താടി പിന്നെ പ്രശ്നം? എന്റെ പൊന്നു ചേട്ടാ ഈ തള്ള ഞാൻ മുട്ട കട്ടെന്ന് പറഞ്ഞിട്ട്. എടാ പറയസേ, ഇതിന്റെ വല്ല കാര്യമുണ്ടോ? എന്റെ മുട്ട അടിച്ചു പറ്റേണ്ട കാര്യമുണ്ടോ? ഒരു പ്രശ്നവും ഇല്ല വർഗീസ്. അത് എന്നെ ഇവിടുത്തെ പ്രശ്നം. എടി പിന്നെ നീ പോയി ചായ എടുത്തു ചെടി. ആ, ചായ വേണം. മേരി വീട്ടിൽ കയറ്. വീട്ടിൽ കയറി മേരി. എന്നാ ഞങ്ങള് പോവാട്ടോ. വാ ഞാൻ പറയുന്നില്ല. ഇങ്ങ് വന്നേ. അതെ ഞാൻ വിളിക്കാട്ടോ. ശരി ബൈ. അമ്മേ ജീവനാകും പോയാ? ഈ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും നിനക്കറിയാമോ? കാലത്ത് ഇറങ്ങിപ്പോവും, രാത്രി ആകുമ്പോൾ ഇങ്ങോട്ട് കയറി വരും. അതെ പിന്നെ ആ വറീസിന്റെ ചെറുക്കനായിട്ടുള്ള കൂട്ടുകെട്ട് ഇന്നോടെ അവസാനിപ്പിച്ചോ. അമ്മക്കെന്താ പ്രാന്തായ? കാര്യം അന്വേഷിക്കാൻ വന്നേക്കണം. അങ്ങനെ കഴിക്കാൻ ഏത് നേരം ടി വിയിലിട്ട് നോക്കിയിരിപ്പാണ്.